ബാലരാമപുരത്ത് 2 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. താൻ ഒറ്റയ്ക്കാണ് ഈ കൃത്യം ചെയ്തത് എന്നാണ് അമ്മാവൻ ഹരികുമാർ പറഞ്ഞിരിക്കുന്നത്. കുട്ടിയുടെ അമ്മയും അമ്മാവനും തമ്മിലുണ്ടായ ചില ഇടപാടുകളാണ് ഈ സംഭവത്തിന് കാരണമായതെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നു. കുട്ടിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് തുടർന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. സാർ, എന്തിനാണ് ചെയ്തതെന്നുള്ളത് വ്യക്തമായിട്ടുണ്ടോ? അല്ല, അതിപ്പം പിന്നെ ഏകദേശം വ്യക്തമായിട്ടുള്ളതാണ്. അത് കുറച്ച് അന്വേഷണങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. അതിനുശേഷം അറിയിക്കാം. അല്ല, അത് നമ്മളിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അന്വേഷണങ്ങൾ തുടരുക. അമ്മ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കും? അല്ല, അത് ആവശ്യം ഒന്ന് കണ്ടാൽ മാത്രം ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അന്വേഷണം നടത്തിയതിന് ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നടപടികൾ. ഇത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് കിണറ്റിലിട്ടു എന്നുള്ളതാണോ നമുക്ക് മനസ്സിലാക്കിയത്? എപ്പോഴാണത് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത്? അത് ടൈം പിന്നെ ഒരു രാവിലെ ഒരു 6 മണിയോടെ എന്ന് പറയാം. സാറേ കിടന്നത്? അല്ല, അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭാഗമായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് പിന്നീട് അറിയിക്കും. അല്ല, അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ. കോടതിയിൽ ഹാജരാക്കുമോ? ഇന്ന് ഹാജരാക്കത്തില്ല. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും. അടുത്ത അന്വേഷണങ്ങൾക്ക് ശേഷം അടുത്ത ദിവസം സമ്മതിച്ചിട്ടുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വമല്ലേ അങ്ങനെ ഒരു വ്യക്തിപരമായ വൈരാഗ്യമാണ് ഇതിൻ്റെ ഒരു കാരണം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് നമ്മൾ അറിയിക്കാം. പ്രാഥമികമായിട്ട് പറയാൻ പറ്റുന്ന വിവരം എന്താ? അല്ല, ഇത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഈ കൊലപാതകം എങ്ങനെ ആയിരുന്നു എന്ന് കുട്ടി ജീവനോടെ കിണറ്റിലേക്ക് എറിയുകയായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ വ്യക്തമായി അടുത്ത ദിവസങ്ങളിൽ. കുട്ടിയുടെ അച്ഛനും മുത്തശ്ശിക്കും ഇത് യാതൊരു പങ്കുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതാണ്. അതിൻ്റെ അന്വേഷണം തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വെളിവാകുന്നതനുസരിച്ച് ബാക്കി നടപടികൾ സ്വീകരിക്കും. അവരെ ഇപ്പോൾ പൂർണ്ണമായി വിട്ടയച്ചു? അല്ല, ഇപ്പോൾ വിട്ടയച്ചു എന്ന് തന്നെ പറയാം. അല്ല, അത് ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചേക്കുന്നത്. ബാക്കി അന്വേഷണങ്ങൾക്ക് ശേഷം ആവശ്യമെങ്കിൽ വിളിച്ചു വരുന്നത്. അതെ. അതേസമയം കുട്ടിയുടെ അമ്മയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. എന്നാൽ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പിതാവിനെ പോലീസ് വിട്ടയക്കുകയായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഇതിനിടെ ശ്രീധുവിൻ്റെയും ശ്രീജിത്തിൻ്റെയും മകൾ ദേവേന്ദു എന്ന 2 വയസ്സുകാരുടെ മൃതദേഹം സംസ്കരിച്ചു. വീടിനോട് ചേർന്ന പറമ്പിലാണ് മൃതദേഹം അടക്കിയത്. ബന്ധുവീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ തന്നെ വേദനയോടെ നാടൊന്നാകെ എത്തിച്ചേർന്ന ഒരു കാഴ്ച തന്നെയാണ് അവിടെ കണ്ടുവന്നത്. അനുജത്തിയുടെ മരണകാരണമോ അല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരോ ആരെന്ന് പോലും അറിയാതെ സഹോദരിയും ഏറെ കണ്ണീരോടെ സമീപത്തുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കുഞ്ഞിന്റെ പിതാവ് ശ്രീജിത്തിനെയും മുത്തശ്ശിയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി പോലീസ് വിട്ടയക്കുകയായിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ അമ്മ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. ഈ കൊലപാതകത്തിൽ ശ്രീജിത്തിന് പങ്കില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ കുട്ടിയുടെ അച്ഛനെ വിട്ടയച്ചിരിക്കുന്നത്. ഇതിനിടെ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കുഞ്ഞിന്റെ ശരീരത്തിൽ യാതൊരുവിധ മുറിവുകളോ ഒന്നും തന്നെയില്ല. ബലപ്രയോഗത്തിന്റെ അടയാളങ്ങളും ദേഹപരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതോടെ ദേവേന്ദുവിനെ ജീവനോടെ കിണറ്റിൽ എറിഞ്ഞു കൊന്നതാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. വീട്ടിൽ തന്നെയുള്ള ആൾ തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് നേരത്തെ തന്നെ പോലീസ് സംശയിച്ചിരുന്നു. തുടർച്ചയായി ചോദ്യം ചെയ്യലാണ് കുഞ്ഞിന്റെ അമ്മാവൻ കുറ്റം സമ്മതിച്ചതെന്നാണ് വിവരങ്ങൾ. പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ വീട്ടിലെത്തിച്ച മൃതദേഹം ഇപ്പോൾ സംസ്കരിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അവസാനമായി കുഞ്ഞിനെ കാണാൻ മുത്തശ്ശിയും അച്ഛനും എത്തുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇവർ കുഞ്ഞിനെ കാണാനായി എത്തിയത്. രക്ഷിതാക്കൾക്കൊപ്പം കിടന്നിറങ്ങിയ കുട്ടിയെ രാവിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. കുഞ്ഞിനെ ജീവനോടെ തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചെങ്കിലും എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല. എന്നാൽ ഇതിനിടെ കുട്ടിയുടെ അമ്മയും അമ്മാവനും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ നിർണായകമായി എന്നും പോലീസ് വ്യക്തമാക്കുകയാണ്. ഇതിൽ ഇവരുടെ ചില ഇടപാടുകൾ തമ്മിലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് കുട്ടിയുടെ അമ്മ വിഷമിക്കട്ടെ എന്ന് കരുതിയാണ് അമ്മാവൻ ഇത് ചെയ്തു എന്നതും പോലീസ് സംശയിക്കുകയാണ്. എന്തായാലും മൊഴികളുടെ വൈരുദ്ധ്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. സാമ്പത്തിക ബാധ്യതകൾക്കപ്പുറം മറ്റെന്തെങ്കിലും ഈ വിഷയത്തിലുണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.